ഇന്റർവ്യൂറെ ഇതാണ് സ്റ്റെപ്പ്, ഇതാണ് സ്റ്റെപ്പ്. ഇനി അടുത്തൊന്നു വേണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്തോ. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹായ് തുമ്പി. സോറി കട്ട് ചെയ്യണേ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറി. അതിലാണ് ഷോർട്സ് ഒന്നും ഇല്ല, ഷോർട്സേ ഇല്ലാത്തത്. ബാക്കി കേട്ട് നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്ത് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുക, നമ്മുടെ ദേവമംഗലം വീട് സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവൻ്റെയൊക്കെ കൃഷ്ണമംഗലം തൊട്ടപ്പുറത്തുള്ളത് കൊണ്ട് നമ്മുടെ ദേവമംഗലം വീട് അതിനിപ്പുറത്ത് ഒരു മതിലൊക്കെ കെട്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വീടാണ് ദേവമംഗലം. അപ്പോൾ സെറ്റ് ഇട്ടിരിക്കുന്ന നമുക്ക് ചൂടൊന്നും തീരെ എനിക്ക് മനസ്സിലായി. ഞാൻ വീടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞോളൂ. നമ്മുടെ ലൊക്കേഷൻ നല്ല വൈബാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള, എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു ബന്ധമായിരിക്കാം നമ്മുടെ ലൊക്കേഷൻ നല്ലൊരു പോസിറ്റിവിറ്റി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൊക്കേഷനിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഈഗോ ഇല്ല, തീരെ ഇല്ല. അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊന്നി വന്ന് കണ്ടിട്ടുണ്ടെന്നറിയാം, നിങ്ങൾ ആണുങ്ങൾ ഇരിക്കുന്ന റൂമിലുണ്ടല്ലോ എപ്പോഴും പോസിറ്റിവിറ്റി. ഞങ്ങൾ ചുമ്മാ ഓരോ തമാശകൾ പറയാ, സിനിമ കേക്ക് പോലും അത്ര സീനിയർ ആയിട്ടുള്ള കേക്ക് പോലും നമ്മുടെ എല്ലാ വൈബിലേക്കും ഇറങ്ങി വരും. ഞാൻ വന്നാൽ പോലും ഞാനും വന്നിട്ട് നിങ്ങളുടെ കൂടെ അവിടെ ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ മാത്രമേ ഉള്ളൂ ഞാൻ അപ്പുറത്ത് ദേവി ചേച്ചി അവരുമായിട്ടൊക്കെ പോയി. ഇപ്പൊ കേക്ക് ആണെങ്കിലും ദീപൻ ചേട്ടനാണെങ്കിലും ഇവരൊക്കെ നല്ല സീനിയേഴ്സ് ആണ്. പക്ഷെ നമ്മള് എല്ലാം കൂടെ എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബാ. കുഞ്ഞ് എന്നാ പറയുന്നത്, അങ്കണവാടി ചെന്ന പോലെയാണ് ഞങ്ങളുടെ റൂമിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ ദീപൻ ചേട്ടൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ദീപൻ ചേട്ടൻ അവിടെ വെച്ച് നമ്മുടെ പറഞ്ഞെന്താ അറിയാം, പുള്ളി ഇത്രയും വർഷമായി ഇത്രയും അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ഒരു സെറ്റ് എങ്ങും ഇല്ല. മീൻസ് ആർട്ടിസ്റ്റുകളും വേറെ ബാക്കി എല്ലാ സെറ്റിലും പറഞ്ഞാൽ ചെല്ലുന്നു, അഭിനയിക്കുന്നു, പോരുന്നു, അവിടെ ഒരു ചെറിയ അന്നേരം ഉള്ള ഒരു ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സെറ്റിൽ കിടുവായിരുന്നു. നമ്മുടെ സെറ്റിൽ കാണുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴാണ് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക, പറയുക, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുക. ഒരു പേഴ്സണൽ ടച്ച്. ഇപ്പം ഞാനിപ്പോൾ ഈ എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വെബ് സീരീസ് ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം ദീപൻ ചേട്ടൻ്റെ കോസ്റ്റ്യൂം. ചെരുപ്പ് ഇവിടെ ഏട്ടൻ്റെ ഈ ട്രൈപ്പോഡിൻ്റെ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. ചെരുപ്പൊരു ഷൂ. അതായത് അത് അത്രയും പറയേണ്ട കാര്യമില്ല. വെബ് സീരീസിന്റെ നമ്മുടെ സാന്ത്വനത്തിൽ തന്നെ എന്തെങ്കിലും ഇപ്പം സ്പെഷ്യൽ കല്യാണ സീക്വൻസ് ഇതൊക്കെ വരുമ്പോൾ ഇവരിട്ട പിന്നെ കോസ്റ്റ്യൂം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഞാൻ പോലും ഇടുന്നത് ഐശ്വര്യ. അതായത് എല്ലാവരും തമ്മിലേ, കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു അറപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് തോന്നാറില്ല. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അത് സത്യം പറഞ്ഞാൽ ഈ സെറ്റിലുണ്ട്. എനിക്ക് ആനന്ദരാജൻ്റെ സെറ്റിലും ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയാനില്ല. അപ്പോൾ അവരാണെങ്കിലും ഇപ്പം ആനന്ദരാജൻ്റെ ഹീറോ സമീർ ആണെങ്കിലും അല്ലെങ്കിൽ ശരൺ ചേട്ടനൊക്കെ ആണെങ്കിലും നമ്മുടെ സജി പേയാടാണെങ്കിലും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഒരുമിച്ചാണ് നമുക്കൊരു ഫ്ലാറ്റ് എടുത്ത് തന്നിരിക്കുക, നമ്മൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഒരു വൈബൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട്, ഏറ്റവും കൂടുതൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ആയതുകൊണ്ടും ഇവർ രണ്ടിൻ്റെയും വീട് ഇവിടെ അടുത്തായതുകൊണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനും എന്തെങ്കിലുമൊക്കെ കോഴ്സിന് കഴിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കുളത്തിൽ ചാടാനും ഏകദേശം കറങ്ങാൻ പോകാനും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എൻ്റെ ഡിഫറെൻ്റ് ഒരു വൈബാണ് ഇവിടെ. സാന്ത്വനത്തിൻ്റെ സെറ്റ് ബോബിച്ചമ്മളൂർ എങ്ങനെ പറയണമെങ്കിൽ അടിപൊളിയാണ്. അതെ, സാന്ത്വന സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ജോളിയാണ് നമുക്ക് അവിടെ. അല്ല ഇപ്പം ലാവണി ചേച്ചിയൊക്കെ ആണെങ്കിലും ഇത്ര സീരിയസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ സെറ്റാണ്. ഭാവി ഇപ്പം മാരീഡ് അല്ലല്ലോ, മാരേജിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്താ? മാരേജിനെ കുറിച്ചൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ താമസമില്ലാതെ കല്യാണം കഴിക്കണം. കാരണം 29 കണ്ടുവച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരു മാലാഖയുണ്ട്, എല്ലാവരും കഴിക്കണം. കണ്ടുവച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് കണ്ടുവച്ചിട്ടുണ്ട്. ആളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ദൈവം അനുഗ്രഹിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാ കല്യാണം. കല്യാണത്തിന് രണ്ടും വന്നേക്കണം 5 ദിവസം മുമ്പേ. അല്ല, കല്യാണം പൊളിക്കാനുള്ളതാണോ? അന്നത്തേക്ക് തുടങ്ങുള്ളൂ, അന്നത്തേക്കെല്ലാം തുടങ്ങുള്ളൂ. പിന്നെ വീട്ടിൽ പാചകം വെക്കണ്ട, ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരണം. ഒരു മിനിറ്റ്, എനിക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സ്, പിന്നെ ഹൽദി ഉണ്ടെങ്കിൽ ഹൽദിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തുകൊണ്ട് എൻഗേജ്മെന്റ് പിന്നെ നിനക്ക് എന്റെ പഴയത് ഭാഗമൊന്നല്ലേ പറഞ്ഞു. അതാണ് കല്യാണം.
കല്യാണം നടത്തണം. എനിക്ക് 29 വയസ്സായി. ഇനിയിപ്പം പ്രായം പ്രായമൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കേട്ടോ. പിന്നല്ലേ വേണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്തോ. വേണ്ട കുഴപ്പമില്ല. ഹായ് തുമ്പി. സോറി കട്ട് ചെയ്യണേ. പ്രപ്പോസൽസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മീൻസ് സീരിയലിൽ വന്നതിന് ശേഷം എന്തായാലും കുട്ടികൾ കുറെ പേര് ഫാൻസ് കാണുമല്ലോ. അതായത് പ്രൊപ്പോസൽസ് ആയിട്ട് ചേട്ടനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ചില അപ്രോച്ചസ് കാണുമ്പോഴത്തേനും നമുക്കൊരു സ്മെല്ലടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് പറഞ്ഞു ഒഴിവാക്കാറുണ്ട്. കൂടുതൽ ഇതിലേക്ക് അങ്ങനെ പോകാറില്ല. പിന്നെ വലിയ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ പോകാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ അത്ര വലിയ ആക്റ്റീവ് അല്ല. അങ്ങനെ വലിയ ചാറ്റിലോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. എന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പം സീരിയൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇനാഗ്രേഷൻ അങ്ങനെ ഗസ്റ്റ് ആയിട്ട് ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ആയിട്ട് ഇനോഗ്രേഷൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഗസ്റ്റ് ആയിട്ട് പലയിടത്തും വിളിക്കാറുണ്ട്. പഠിച്ച സ്കൂളിൽ പോയിട്ടുണ്ട്? ഓ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ +1 +2 പഠിച്ചത് ഇവിടെ MGM ലാക്കാട്ടൊരു സ്കൂളിലാണ് ഞാൻ +1 +2 പഠിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു കുറച്ച് കല ഉണ്ടായിരുന്നതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തത് ആ സ്കൂളിൽ വെച്ചാണ്. കാരണം ഭയങ്കരമായിട്ട് കലാകാരന്മാരെ വളർത്തുന്ന ഒരു സ്കൂളാണ് MGM NSS HSS ലാക്കാട്ട്. അതാണ് സ്കൂൾ. ആ സ്കൂളിൽ തന്നെ നമ്മുടെ കവിതയൊക്കെ അവിടെ പഠിച്ചത്. ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇത്തവണ അല്ല, അതിൻ്റെ മുമ്പത്തെ തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നിഖിലസ് പ്രവീൺ ക്യാമറാമാൻ, പുള്ളി അവിടെയാണ് പഠിച്ചത്. ഒരുപാട് സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും അല്ലാതെ ഒരുപാട് അവാർഡ് വിന്നേഴ്സും പഠിച്ചൊരു സ്കൂളാണത്. അപ്പം ഞാൻ കോമേഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. +1 +2 ഞാനത് ഇവിടെ ചെന്നു. ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് ചെറിയ രീതിയിലൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പം പാട്ട് പാടിയാലും നമ്മളിവിടെ ഒരു പ്രാവശ്യം നമ്മുടെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പേരൊക്കെ എഴുതി കൊടുത്തു. അവിടെ നിന്ന് പാട്ട് പാടാൻ വേണ്ടി എൻ്റെ പൊന്നെ പിള്ളേരുടെ പാട്ട് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പാടിയില്ല, ഞാൻ തിരിച്ചു വരുന്നു. കാരണം എല്ലാം പാട്ട് പഠിക്കുന്ന പിള്ളേരാണ്, പഠിച്ചേക്കുന്ന പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഭയങ്കര പാട്ട്. നമ്മളവിടെ നിന്ന് എന്നെക്കൊണ്ട് ഇത് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ കൊയറുണ്ട്. കൊയർ എന്ന് പറഞ്ഞാൽ വേറൊരു പരിപാടിയില്ല. രാവിലെ വന്ദേമാതരം പാടും, വൈകിട്ട് ജനഗണമനയും പാടും. ഇതാണ് സ്കൂളിൻ്റെ പ്രധാന കൊയർ. അപ്പം അതിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് കലോത്സവം വന്നപ്പോഴത്തേനും വട്ടപ്പാട്ട്, ദഫ്മുട്ട്, കോൽക്കളി ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഞാനുണ്ടായിരുന്നത് വട്ടപ്പാട്ടുണ്ടായിരുന്നു. വട്ടപ്പാട്ട് 2 കൊല്ലം സ്റ്റേറ്റിൽ പോയിട്ട് ഗ്രേഡ് വിന്നേഴ്സാണ്. പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നമുക്ക് അവിടെ യൂത്ത് ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്താൽ പിന്നെ ക്ലാസ്സിൽ കയറണ്ട. രാവിലെ വരിക, ബാഗ് വെക്കുക, അറ്റൻഡൻസ് എടുക്കുക, നേരെ ഹോളിൽ പോവുക, ഓഡിറ്റോറിയത്തിൽ പോവുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം മാത്രം ഇടയ്ക്കൊണ്ടേ പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർമാരെ വിളിച്ച് ഡൗട്ട് ചോദിക്കുക. അവർ ഭയങ്കര സപ്പോർട്ടാണ്. കലോത്സവത്തിന് കൊണ്ടുപോകാനും എടുക്കാനും എല്ലാം ഭയങ്കര സപ്പോർട്ട് നേരമായിട്ട്. നമുക്ക് സ്റ്റേജ് ഫിയർ മാറിയത് അവിടെ വന്നതിന് ശേഷമാണ്. കാരണം അതിന് മുമ്പ് 10ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വലിയ സ്റ്റേജ് ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ സഹോദയ യൂത്ത് ഫെസ്റ്റിവലാണ് 10ാം ക്ലാസ് വരെ ഉള്ളത്. അപ്പം അതിന് പോയിട്ടുണ്ട്. അതിന് പോയി മിമിക്രിക്കൊക്കെ മിമിക്രിക്ക് സ്റ്റേറ്റ് ലെവൽ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് എന്ന് പറഞ്ഞാലും ചെറിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെയാണ്. CBSE എന്ന് പറയുമ്പോഴത്തേനൊരു വ്യത്യാസമാണ്. അത് കഴിഞ്ഞാൽ കേരളയിലേക്ക് വന്നപ്പോഴത്തേന് എൻ്റെ ഒരു കടലാണ്. അവിടെ കലോത്സവത്തിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കലോത്സവം ഞങ്ങൾക്ക് പാലക്കാടായിരുന്നു ആദ്യത്തെ കലോത്സവം. 2ാമത്തെ കലോത്സവം മലപ്പുറം. അപ്പം അതിൽ പങ്കെടുത്തപ്പോഴൊക്കെയാണ് നമ്മുടെ സ്റ്റേജ് ഫിയറൊക്കെ മാറിയത്. എനിക്ക് ഗംഭീരൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജില്ലാതലത്തിൽ വഞ്ചിപ്പാട്ട് മത്സരം. ഞാൻ +1 പഠിക്കുന്നതിന് വഞ്ചിപ്പാട്ട് മത്സരം. കയറിട്ട് കെട്ടേണ്ടി വരും. അല്ല, ഞാൻ വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിടിച്ചതാണ്, വേറെ ഒന്നുമല്ല. വഞ്ചിപ്പാട്ട് നമ്മൾ നിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു V ഷേപ്പിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് സ്റ്റേജിൽ. അപ്പോൾ ഏറ്റവും അറ്റത്താണ് ഞാൻ. അതായത് ഇത് സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഞ്ചിപ്പാട്ട് സ്റ്റേജിൽ കയറിക്കാൻ ഇത് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക TV-ൽ. അപ്പം പുത്ത മുണ്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇത്ര സൈസ് ഉണ്ട് കേട്ടോ, വണ്ണം കുറവാണ്, വയറൊന്നും ഇത്രയൊന്നുമില്ല. പുത്ത മുണ്ട. അപ്പോൾ ഈ മുണ്ട് കയറ്റിയാണ് കൊടുത്തേക്കുന്നത്, വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം വഞ്ചിപ്പാട്ടിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ടിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിന്നിട്ട് മുണ്ടെടുത്തേക്കല്ലേ, ഇതാണ് സ്റ്റെപ്പ്. ഇതാണ് സ്റ്റെപ്പ്. ഇനി അടുത്ത് വന്നു. അപ്പൊ ഇതിങ്ങനെ ചെയ്ത സമയത്ത് ഈ പുതിയ മുണ്ട് പെയ്യ ആശാൻ ഇവിടുന്ന് പിടിവിട്ട് തുടങ്ങി. തീരകഥ ഇവിടെ നൈറ്റ് പെയ്യെ പൊക്കി മുണ്ട് പെയ്യ ഇവിടുന്ന് ഇങ്ങനെ മാറി. ഉണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറി. അതിലാണ് ഷോർട്സ് ഒന്നും ഇല്ല, ഷോർട്സേ ഇല്ലാത്തത്. ബാക്കി കേട്ട് ഇതിങ്ങനെ പെയ്യ മാറിയപ്പോൾ ഞാൻ ആ ടെൻഷനാണ്. കാരണം നിർത്താൻ പറ്റത്തില്ല, നമ്മുടെ ഗ്രേഡ് പോകും, നിർത്താൻ പറ്റിയത്. ഇവിടുന്ന് മാറി ഇവിടുന്ന് ഇളകി, മുണ്ടിങ്ങനെ ഇളകിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാ പെയ്യ ഇങ്ങനെ ഇങ്ങോട്ട് തിരശ്ശീല നിവർത്തി തുടങ്ങി. TV-ലൊക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് ഇതൊക്കെ പറഞ്ഞ് ഇവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് ആൾക്കാർ ഷോ കണ്ടില്ല. അല്ലായിരുന്നെങ്കിൽ
പക്ഷെ അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. വേറൊന്നുമല്ല, അത് ചെറിയൊരു ഇതാണ്. അത് ഫസ്റ്റ് കിട്ടി. അല്ല, അത് സെക്കൻഡ് ആയിരുന്നു. വഞ്ചിപ്പാട്ടിനാണ് കൊണ്ട് പോയില്ല. അതല്ല, ഫസ്റ്റ് കിട്ടിയില്ല. അതിന് ഗ്രേഡേ കിട്ടിയുള്ളൂ. പക്ഷേ സ്റ്റേറ്റിൽ പോയത് വട്ടപ്പാട്ട് മത്സരത്തിനാണ് സ്റ്റേറ്റിൽ പോയത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് എന്നെ കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിൽ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, പണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒരുപാട് പേരില്ലായിരുന്നു, അവരൊക്കെ റിട്ടയറായി. പിന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രിൻസിപ്പൾ. അപ്പോൾ അവരെനിക്കൊരു നിങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേനും കണ്ടു കാണല്ലോ, വലിയൊരു ഫലമൊക്കെ എനിക്കത് തന്നു. പഠിപ്പിച്ച സാറ് തന്നെ നേരിട്ട് അതുകൊണ്ട് തന്നപ്പോൾ എനിക്കെന്തോ എന്താ പറയുക, അതൊരു ഓസ്കാർ കിട്ടിയ ഒരു ഫീലായിരുന്നു. സത്യം, ഒരു ഓസ്കാർ കിട്ടിയ ഫീലായിരുന്നു എനിക്കത്. കാരണം ഞാനിങ്ങനെ എടുത്തപ്പോൾ ആ സാറ് തന്നെയാണ് ഈ പൊതി കഴിച്ച അവിടെ കൊണ്ട് വെച്ചത്. ഞാൻ ഇങ്ങനെ ഒത്തിപ്പെടുത്തി ഇങ്ങനെ ഇരുന്നു. ഓ എൻ്റെ ദൈവമേ, അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, പണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്ന ഞാനാണ്. അതായത് ഓഡിയൻസിനിടയിൽ അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ നിന്ന് ഗസ്റ്റുകൾ വരുമ്പോൾ സ്റ്റേജിലേക്ക് നോക്കിയിരുന്ന ഞാനാണ്. ഇന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് അവരെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അഭിമാനമാണ്. എൻ്റെ ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും കൂടെ അവരുടെ ഒപ്പം ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഹെവൻലി ഫീലിംഗ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ പൊന്നിയുടെ ക്വസ്റ്റ്യനും അത് പൊന്നി എൻ്റെ അടുത്ത് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ പറഞ്ഞായിരുന്നു, പൊന്നിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പൊന്നി ചോദിച്ചു. എൻ്റെ ഭാര്യയുടെ ശരങ്ങളായിരുന്നു ഇത്ര നേരം ഞാൻ നേരിട്ടുണ്ടിരുന്നു. ഇനി ഞാൻ വിടുന്ന ശരങ്ങളെ നേരിടാൻ പോവാ. അപ്പോൾ പൊന്നി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചോദ്യോത്തര പങ്ക്തിയൊന്നുമില്ല. കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീ ഇൻഡസ്ട്രിയിൽ വന്നത്. ഇൻഡസ്ട്രിയിൽ വരുന്ന ഇപ്പം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങളുണ്ട്. അതായത് ഉണ്ടായ അനുഭവങ്ങൾ, തിക്ത അനുഭവങ്ങൾ. ആ അച്ഛൻ്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ അനുഭവിച്ച കാര്യങ്ങൾ. പിന്നെ നീ അതിൽ നിന്ന് ഇപ്പം നീ നിൽക്കുന്ന സ്റ്റേജ്, ഫാമിലിക്കുള്ളിൽ നീ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ബിബി നിൽക്കുന്നത് ഒരു പീക്ക് ലെവലിൽ തന്നെയാണ്. ആ പീക്ക് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് മുന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ഇതിൽ ഒരു കുറച്ച് മുമ്പ് നീ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് ചെയ്തൊരു സിനിമ നീ എന്നെ കുറച്ച് മുമ്പ് ട്രെയിലറൊക്കെ കാണിച്ചു. അതിന് പിന്നിൽ എന്താ സംഭവിച്ചത് ശരിക്കും? ആ സിനിമയ്ക്ക് എന്താ പറ്റിപ്പോയതാണ്? ആ സിനിമ അതായത് 2018 ആ സിനിമ ഇറങ്ങിയത്. ആ സിനിമയുടെ പേരെന്ന് പറഞ്ഞു? സിനിമയുടെ പേര് തേനീച്ചയും പീരങ്കിപ്പടയെന്നാണ്. അത് ഹരിദാസ് കേശവൻ എന്നുള്ള നല്ല പ്രഗത്ഭനായ ഒരു സംവിധായകൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഇന്ദ്രപ്രസ്ഥം കണ്ണൂർ, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, വീണ്ടും കണ്ണൂർ, ഇങ്ങനെ കിന്നരിപ്പുഴയോരം ജോർജ് കുട്ടി പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ കണ്ണൂർ മനോജ് കെജന്റെ കണ്ണൂർ, അങ്ങനെ കിടിലം പടങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം മമ്മൂക്ക നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ. അപ്പം കിടിലം പടങ്ങളായിരുന്നു. പുള്ളി ഒരുപാട് വർഷത്തിന് ശേഷം ഒരു കംബാക്ക് നോക്കിയതാണ്. ഇപ്പം 2017 ഷൂട്ട് ചെയ്തത്. 17 ഷൂട്ട് ചെയ്ത് ഓഡിഷൻ ഇതുപോലെ തന്നെ കോഴിക്കോട് വെച്ചൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അതിന് സെലക്ട് ചെയ്തതാണ് എന്നെ 4 ഹീറോസിൽ ഒരാളായിട്ട്. അപ്പം പക്ഷേ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അതായത് 1974 കാലഘട്ടം കാണിക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരുപാട് പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് എല്ലാത്തിലും കുറച്ചൊക്കെ എന്തൊക്കെയാണ് പറ്റിയെന്ന് ഞാൻ പറയില്ല. കണ്ടവർ കുറച്ചേ കാണുള്ളൂ അവിടെ. എന്നാലും പക്ഷെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. 1 മാസത്തോളം കോഴിക്കോട് നമ്മൾ മുക്കത്ത് നിന്നിട്ട് കാഞ്ചനമാലയുടെയൊക്കെ അമ്മാവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യും. നമ്മുടെ മൊയ്തീൻ കാഞ്ചനമാലയില്ലേ, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. ഹരിശ്രീയശവൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തോളിലെടുത്തിട്ടാണ്. അതായത് ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഹരിശ്രീയശവൻ ഇങ്ങനെ ഒരു കമുകയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ എൻ്റെ തോളിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പുള്ളി താഴെ കൊണ്ട് തരും. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴും പുള്ളി കൂടി ഇരുന്ന് അല്ലാതെ നോർമലി ഇതിൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് പഞ്ചാബി ഹൗസും ഈ സീനുകളൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ മാഞ്ഞു പറഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുപ്രായമേട്ടൻ പിന്നെ കൊച്ചുപ്രായണൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എറിയുന്ന സീനുകളും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുനിൽ സുഗത, നമ്മുടെ മരിച്ചുപോയ ശശി കലിംഗ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അവരോട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സിനിമ സെറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പഴയ കാലം എടുത്ത് ഇന്നത്തെ കാലത്ത് ചെയ്യുമ്പോൾ റിലീസായി അധികം ഓടിയില്ല, അത് പലയിടത്തും ഓടിയില്ല. എനിക്ക് തോന്നുന്നു കോട്ടയത്തൊക്കെ ആണെങ്കിലും ഒരാഴ്ചയൊക്കെയാണ് അത് മാക്സിമം ഓടിയത്. പക്ഷെ ഇന്ന് ഞാൻ സിനിമയിൽ ഞാൻ നാണക്കേട് എന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല. കാരണം ആ സിനിമ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതിപ്പോൾ ഡയറക്ഷൻ രീതിയിലാണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും സിനിമ വല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഷൂട്ടിങ്ങിന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് അലമ്പുകൾ
എല്ലാം മനസ്സിലായി, സിനിമയുടെ ഏറെക്കുറെ എല്ലാം മനസ്സിലായതിനു ശേഷമാണ് ഞാൻ പിന്നെ ഈ സീരിയലിലേക്ക് വരുന്നത്. പക്ഷെ രണ്ട് പാറ്റേൺ ആണ് കേട്ടോ. മൂവി പാറ്റേണും ടെലിവിഷനിലുള്ള സീരിയൽ പാറ്റേണും തമ്മിൽ നല്ല വ്യത്യാസമാണ്. അപ്പം ഇനിയും അതുപോലുള്ള നല്ല നല്ല അതുപോലെയല്ല, നല്ല സിനിമകളുടെ ഭാഗമാണ്. നല്ല ആഗ്രഹമുണ്ട് സിനിമയിലേക്ക് വരിക. നമ്മുടെ എല്ലാവരുടെയും എക്സ്ട്രീം സിനിമയാണ്. സിനിമയിൽ അതായത് ഇപ്പം മോളിവുഡിൽ ഇപ്പം നമ്മളൊരു ഷോർട്ട് ഫിലിം അല്ലെ സീരിയൽ ചെയ്യുന്നവരുടെ ആഗ്രഹം സിനിമയാണ്. ഇപ്പം മോളിവുഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം ബോളിവുഡ് ചെയ്യാം. ബോളിവുഡ് ചെയ്തതിന്റെ ആഗ്രഹം ഹോളിവുഡ് ചെയ്യാം. ഹോളിവുഡ് ചെയ്യുന്നതിന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാൻ മേല. ഓസ്കാർ പിന്നെ കാപ്രിയോ പറഞ്ഞ പുള്ളി വർഷങ്ങൾ, അതായത് അത്രയും വർഷമായിട്ട് പുള്ളിക്ക് ഓസ്കാർ ഇപ്പോഴാണ്. അപ്പം അത് സ്വപ്നമാണ്. അതിങ്ങനെ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക. നമ്മളെ കണ്ടിഷ്ടപ്പെട്ട് വല്ല ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഒക്കെ വരുന്നെങ്കിൽ. നീ ചെറുപ്പം മുതലേ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു, പാട്ട് പാടുമായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. സ്കൂളിൽ പഠിച്ച സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിച്ചത് അച്ഛയാണോ അമ്മയാണോ? സത്യമായിട്ട് ഇവർ 3 പേർക്കും നല്ല തുല്യമായിട്ടുള്ളതാണ്. അച്ഛയും അമ്മയും എൻ്റെ ചേട്ടന്മാരും. ചേട്ടൻ ഇപ്പം എവിടെയാണ്? കൊച്ചിയിലുണ്ട്. ചേട്ടനും വൈഫും കൊച്ചിയിലാണ്. അപ്പം ഇവർ 3 പേരും നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കും. അച്ഛ അടുത്തില്ലെന്നേ ഉള്ളൂ. അച്ഛ വർഷങ്ങളായിട്ട് ഗൾഫിലാണ്, ദുബായിലും കുവൈറ്റിലും ഒക്കെ ആയിട്ടൊക്കെയാണ്. എൻ്റെ അടുത്തുള്ളത് അമ്മയും അച്ചാച്ചയാണ്. അപ്പോൾ അച്ചാച്ചനെ ചേട്ടനെ വിളിക്കുന്നു. അപ്പോൾ അമ്മയും അച്ചാച്ചയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അച്ചാച്ചയൊക്കെ ആണല്ലോ എന്നെ ഒരു മോനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഇടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ. ഞാൻ മിക്ക കാര്യങ്ങളും പ്രൊമോഷൻ ചെയ്യാത്തപ്പോൾ എന്നെ വഴക്ക് പറയും. എന്തോ നീ അത് ചെയ്ത് ചെയ്യും. ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിൽ നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ ഉന്തിത്തള്ളി വിടും.